പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേലുക്കോട്ട് എന്ന പൗരാണിക സ്ഥലത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശ്രീരാമൻ തൻ്റെ അമ്പെയ്ത് പാറയിൽ നിന്ന് വെള്ളം കണ്ടെത്തിയ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇന്നത്തെ യാത്ര. രാമനഗര ജില്ലയിലെ ഈ മലമുകളിലേക്ക് ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ എന്നിവരുടെ ശിലാകുത്തുപണികൾ കണ്ടെത്തിയ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഈ യാത്ര. ഭൂപ്രകൃതിയുടെ ഫ്രെയിമുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മേലുക്കോട്ടിൻ്റെ വിശാല ദൃശ്യങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ചെറുതും എളുപ്പമുള്ളതുമായ ഒരു കയറ്റമാണ് ഈ കൊടുമുടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നതനുസരിച്ച് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളും മേലുക്കോട്ട് നഗരത്തിൻ്റെ കാഴ്ചയും ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പുരാതന പട്ടണമായ മേലുക്കോട്ടിൻ്റെ മതപരമായ പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളിൽ രാമായണ ഇതിഹാസത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒരു കുന്നാണ് ധനുഷ്കോട്ട് കുന്ന് എന്ന് പറയുന്നത്. 14 വർഷത്തെ വനവാസത്തിനിടെ ശ്രീരാമനും സീതാദേവിയും ഇവിടെ ചിലവഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമൻ അടുത്തുള്ള പാറയിൽ ഒരമ്പെയ്യുകയും അതിൽ നിന്ന് വെള്ളം കണ്ടെത്തുകയും അത് സീതാദേവിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തതായിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതാണ് ശ്രീരാമൻ തൻ്റെ അമ്പുകൊണ്ട് പാറയിലെയ്ത് വെള്ളം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം ഒരു കുന്നിൻ കുളത്തിൻ്റെ അടുത്തുള്ള പാറയിലെ ദേവതകളുടെ കൊത്തുപണികൾക്ക് പ്രസിദ്ധമാണ്. ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർ ഈ കുളത്തിലെ ജലം അവരുടെ തലയിൽ ഒഴിക്കുന്ന ഒരു പതിവുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായി ഭക്തർ വളകൾ സമർപ്പിക്കുന്ന ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമനും സീതാദേവിയും ഹനുമാനും ഇവിടെ ചെലവഴിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. സമ്പന്നമായ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു നാടാണ് മേലുക്കോട്ട്. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ധാരാളം ക്ഷേത്രങ്ങൾ തകർന്നടിഞ്ഞു കിടപ്പുണ്ട്.
രാമായണത്തിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കുന്നിൻ ചെരുവുകൾ, ധാരാളം ക്ഷേത്രങ്ങൾ, അങ്ങനെ നിരവധി വിശേഷങ്ങളാണ് മേലുക്കോട്ട് എന്ന നഗരത്തിനുള്ളത്. 1-2 ദിവസം കൊണ്ട് മേലുക്കോട്ട് കണ്ടു തീരില്ല, ധാരാളം സമയം വേണം. എന്തായാലും ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു മേലുക്കോട്ട് എന്ന നഗരത്തിലൂടെ. എത്ര കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ് മേലുക്കോട്ട്. മേലുക്കോട്ടിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി, പുതിയൊരു യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. മേലുക്കോട്ട് എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ നേരെ പോയത് 600 വർഷത്തോളം പഴക്കമുള്ള കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കാണാനായിട്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളും എന്താണെന്നറിയണ്ടേ? കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിന് വേണ്ടി.